പ്രവാസ ലോകത്തു നിന്നുള്ള വാർത്തകളിലേക്ക്. തൊഴിലാളി ക്ഷാമം പരിഹരിക്കുന്നതിനായി കാനഡ പുതിയ എക്സ്പ്രസ് എൻട്രി വിഭാഗങ്ങൾ അവതരിപ്പിക്കുന്നു. എക്സ്പ്രസ് എൻട്രിക്ക് കീഴിൽ പുതിയ വിദ്യാഭ്യാസ വിഭാഗം അവതരിപ്പിക്കുമെന്ന് ഇമിഗ്രേഷൻ വകുപ്പ് മന്ത്രി അറിയിച്ചു. എക്സ്പ്രസ് എൻട്രി സംവിധാനത്തിന് കീഴിൽ ഒരു പുതിയ വിദ്യാഭ്യാസ വിഭാഗം അവതരിപ്പിച്ചുകൊണ്ട് കാനഡ ഈ വർഷത്തേക്കുള്ള ഇമിഗ്രേഷൻ തന്ത്രം പരിഷ്കരിക്കുന്നു. സാമ്പത്തിക വളർച്ചയെയും ഫ്രാങ്കോഫോൺ കമ്മ്യൂണിറ്റികളെയും പിന്തുണയ്ക്കുമ്പോൾ മുൻഗണനാ മേഖലകളിലെ തൊഴിലാളി ക്ഷാമം പരിഹരിക്കുക എന്നതാണ് പുതുക്കിയ തെരഞ്ഞെടുപ്പ് പ്രക്രിയ ലക്ഷ്യമിടുന്നത്. ഇമിഗ്രേഷൻ മന്ത്രി മാർക്ക് മില്ലർ ഈ മാറ്റങ്ങൾ പ്രഖ്യാപിച്ചു. വേഗതയേറിയ ഒരു ഇമിഗ്രേഷൻ സംവിധാനത്തിന്റെ ആവശ്യകത അദ്ദേഹം ഊന്നിപ്പറഞ്ഞു. കനേഡിയൻ എക്സ്പീരിയൻസ് ക്ലാസിന് കീഴിൽ കനേഡിയൻ പ്രവൃത്തി പരിചയമുള്ള ഉദ്യോഗാർത്ഥികളെ സ്ഥിരതാമസത്തിനായി അപേക്ഷിക്കുന്നതിന് ക്ഷണിക്കുന്നതിലാണ് 2025 തെരഞ്ഞെടുപ്പ് പ്രക്രിയ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. കൂടാതെ ശക്തമായ ഫ്രഞ്ച് ഭാഷാ വൈദഗ്ധ്യമുള്ളവർക്കും മുൻഗണന നൽകും. ഫാമിലി ഫിസീഷ്യന്മാർ, നഴ്സുമാർ, ദന്ത ഡോക്ടർമാർ, മരപ്പണിക്കാർ, പ്ലംബർമാർ, ശിശു സംരക്ഷണ അധ്യാപകർ, വികലാംഗർക്കുള്ള ഇൻസ്ട്രക്ടർമാർ എന്നിവർക്കും അവസരം ലഭിക്കും. തൊഴിൽ ശക്തിയിലെ നിർണായക വിടവുകൾ നികത്തുന്നതിന് വൈദഗ്ധ്യമുള്ള വിദഗ്ധ തൊഴിലാളികളെ രാജ്യത്തേക്ക് കൊണ്ടുവരും. ശക്തമായ ഫ്രഞ്ച് ഭാഷാ പ്രാവീണ്യമുള്ള ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുത്ത് ഫ്രഞ്ച് സംസാരിക്കുന്ന കമ്മ്യൂണിറ്റികളെ ശക്തിപ്പെടുത്താനും സാമ്പത്തിക വികസനത്തിന് സംഭാവന നൽകാനും സർക്കാർ ലക്ഷ്യമിടുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. യുക്രൈന്റെ യുദ്ധം ജനാധിപത്യം സംരക്ഷിക്കുന്നതിനായതിനാൽ അവർക്കൊപ്പം നിൽക്കുമെന്ന് ജസ്റ്റിൻ ട്രൂഡോ. ട്രംപും സെലൻസ്കിയുമായുള്ള ചർച്ച പരാജയപ്പെട്ടതിന് പിന്നാലെയാണ് ട്രൂഡോയുടെ പരാമർശം. ജനാധിപത്യം സംരക്ഷിക്കാനാണ് യുക്രൈൻ യുദ്ധം ചെയ്യുന്നതെന്ന് കാനഡ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ പറഞ്ഞു. നിയമവിരുദ്ധമായാണ് റഷ്യ യുക്രൈനെ ആക്രമിക്കുന്നതെന്നും ഇതിനെതിരെ 3 വർഷമായി യുക്രൈൻ പോരാട്ടം നടത്തുന്നതായും അദ്ദേഹം വ്യക്തമാക്കി. ജനാധിപത്യത്തിനും സമാധാനത്തിനും വേണ്ടിയുള്ള യുക്രൈന്റെ പോരാട്ടം പ്രധാനപ്പെട്ടതാണെന്നും കാനഡ യുക്രൈനൊപ്പം നിൽക്കുന്നത് തുടരുമെന്നും അദ്ദേഹം പറഞ്ഞു. ട്രംപും യുക്രൈൻ പ്രസിഡന്റ് വ്ളാദിമിർ സെലൻസ്കിയുമായുള്ള ചർച്ച വാക്കേറ്റത്തെയും വെല്ലുവിളിയെയും തുടർന്ന് അലസിപ്പിരിഞ്ഞു. ഓവൽ ഓഫീസിൽ നടന്ന ചർച്ചയ്ക്കിടെ തർക്കം രൂക്ഷമാവുകയും വൈറ്റ് ഹൌസിൽ നിന്ന് സെലൻസ്കി മടങ്ങിപ്പോവുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. വൈറ്റ് ഹൌസിന്റെ ആദ്യ ക്രിപ്റ്റോ കറൻസി ഉച്ചകോടിക്ക് ഡൊണാൾഡ് ട്രംപ് അധ്യക്ഷത വഹിക്കും. മാർച്ച് 7-നാണ് ഉച്ചകോടി. ക്രിപ്റ്റോ വ്യവസായത്തിലെ പ്രമുഖ സ്ഥാപകർ, സിഇഒമാർ, നിക്ഷേപകർ, കൂടാതെ ഡിജിറ്റൽ അസറ്റുകൾ സംബന്ധിച്ച വൈറ്റ് ഹൌസിലെ വർക്കിംഗ് ഗ്രൂപ്പിലെ അംഗങ്ങൾ എന്നിവരും ഉച്ചകോടിയിൽ പങ്കെടുക്കും. വെഞ്ചർ ക്യാപിറ്റലിസ്റ്റും വൈറ്റ് ഹൌസ് ക്രിപ്റ്റോ സാർ ഡേവി സാക്സും ഉച്ചകോടി നയിക്കും. വർക്കിംഗ് ഗ്രൂപ്പ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ബോ ഹൈൻസ് ഉച്ചകോടി നിയന്ത്രിക്കും. ചുമതലയേറ്റതിന് തൊട്ടു പിന്നാലെ ഡിജിറ്റൽ അസറ്റ് പോളിസിയെക്കുറിച്ച് വൈറ്റ് ഹൌസിനെ ഉപദേശിക്കുകയും ഒരു സ്റ്റോക്ക് പൈൽ സൃഷ്ടിക്കുന്നത് വിലയിരുത്തുകയും ചെയ്യുന്ന പ്രധാന ഏജൻസികളിൽ നിന്ന് വർക്കിംഗ് ഗ്രൂപ്പിനെ സൃഷ്ടിക്കുന്നതിനുള്ള എക്സിക്യൂട്ടീവ് ഉത്തരവിൽ ട്രംപ് ഒപ്പുവെച്ചു. വർക്കിംഗ് ഗ്രൂപ്പിൽ ട്രഷറി, നീതിന്യായ വകുപ്പുകളും സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് കമ്മീഷനും കമ്മോഡിറ്റി ഫ്യൂച്ചേഴ്സ് ട്രേഡിംഗ് കമ്മീഷനും ഉൾപ്പെടുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. റമദാനിൽ ഉംറ തീർത്ഥാടനത്തിന് ചെലവേറും. വിസ, വിമാന ടിക്കറ്റ്, ഹോട്ടൽ താമസം ഉൾപ്പെടെ ഉംറ പാക്കേജിന് 10% വരെ നിരക്ക് കൂട്ടി. ഹോട്ടൽ, വിമാന ടിക്കറ്റ് നിരക്ക് എന്നിവ ഉയർന്നതാണ് പാക്കേജ് നിരക്ക് കൂടാനുള്ള കാരണം. റോഡ് മാർഗമുള്ള 5 ദിവസത്തെ തീർത്ഥാടന യാത്രയ്ക്ക് 1300 ദിർഹം മുതൽ 1900 വരെയും, വിമാനമാർഗമുള്ളതിന് 3000 മുതൽ 6000 വരെയുമാണ് പുതിയ നിരക്ക്. 10 ദിവസം മക്കയിൽ കഴിയണമെങ്കിൽ 10000 മുതൽ 18000 ദിർഹത്തിന്റെ വരെ പാക്കേജ് എടുക്കണം. ഹറമുകൾക്ക് സമീപത്തുള്ള ഹോട്ടലുകളാണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ ചെലവ് കൂടും. UAE-യിലെ മലയാളി സംഘടനകളും റമദാനിൽ തീർത്ഥാടകരെ ഉംറയ്ക്ക് കൊണ്ടുപോകുന്നുണ്ട്. റോഡ് മാർഗമാണ് ഇവരുടെ യാത്ര. ഇതിന് 2300 മുതൽ 2750 ദിർഹം വരെയാണ് ചാർജ് ഈടാക്കുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഖത്തർ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ മെട്രാഷ് 2 ആപ്പ് ഇന്നു മുതൽ പ്രവർത്തനരഹിതമാകും. പുതിയ ആപ്പ് ഡൗൺലോഡ് ചെയ്യണമെന്നും നിർദ്ദേശം. മെട്രാഷ് 2 വഴി ലഭിച്ചിരിക്കുന്ന സേവനങ്ങളെല്ലാം ഇന്നു മുതൽ മെട്രാഷ് വഴി ലഭിക്കും. വിസ അപേക്ഷ മുതൽ ട്രാഫിക് ജനറൽ സേവനങ്ങളെല്ലാം പുതുതായി അവതരിപ്പിച്ച മെട്രാഷ് വഴി ലഭിക്കും. 2 ആഴ്ച മുമ്പ് തന്നെ ഇത് സംബന്ധിച്ച അറിയിപ്പ് ആഭ്യന്തര മന്ത്രാലയം പുറത്തിറക്കിയിരുന്നു. രൂപത്തിലും ഭാവത്തിലും പുതുമയോടെയാണ് മെട്രാഷ് ജനങ്ങളുടെ മുന്നിലെത്തുന്നത്. പുതിയ സേവനങ്ങളും അവതരിപ്പിച്ചിട്ടുണ്ട്. പുതിയ പേയ്മെന്റ് സംവിധാനം, സർട്ടിഫിക്കറ്റുകൾക്കുള്ള അപേക്ഷ, ഭാര്യയുടെയും കുട്ടികളുടെയും വിവരങ്ങൾ രജിസ്റ്റർ ചെയ്യൽ എന്നിവയും പുതിയ സേവനങ്ങളിൽ ഉൾപ്പെടുന്നു. ആപ്പിൾ സ്റ്റോർ, ഗൂഗിൾ പ്ലേ സ്റ്റോർ എന്നിവിടങ്ങളിൽ നിന്ന് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാം. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. മുംബൈയിൽ നടക്കുന്ന 1ാം വേൾഡ് ഓഡിയോ വിഷ്വൽ എന്റർടൈൻമെന്റ് ഉച്ചകോടിയിലേക്ക് UAE മാധ്യമ വിനോദ മേഖലയെ ക്ഷണിച്ചു. മാധ്യമ മേഖലയിലെ വെല്ലുവിളികൾ ഉച്ചകോടിയിൽ ചർച്ച ചെയ്യും.
മെയ് മാസത്തിൽ മുംബൈയിൽ നടക്കുന്ന ഓഡിയോ വിഷ്വൽ എന്റർടൈൻമെന്റ് ഉച്ചകോടിയിൽ സിനിമ, ടെലിവിഷൻ, ആനിമേഷൻ, ഗെയിമിംഗ്, OTT, ബ്രോഡ്കാസ്റ്റിംഗ് മേഖലയിൽ നിന്നുള്ള പ്രമുഖർ പങ്കെടുക്കും. OTT പോലുള്ള പുതിയ പ്ലാറ്റ്ഫോമുകൾ മാധ്യമ മേഖലയ്ക്ക് എങ്ങനെ ഗുണം ചെയ്തുവെന്ന് ചർച്ച ചെയ്യും. ഇന്ത്യയുമായി ശക്തമായ സാംസ്കാരിക മാധ്യമ ബന്ധമുള്ള UAE ഉച്ചകോടിയിലെ പ്രധാന പങ്കാളിയായാണ് കണക്കാക്കുന്നത്. സർക്കാർ തലത്തിലും വ്യവസായ തലത്തിലും ഇടപെടൽ പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഇന്ത്യൻ പ്രതിനിധികൾ UAE മീഡിയ കൗൺസിലുമായി കൂടിക്കാഴ്ച നടത്തി. UAEയിൽ ഒരു വലിയ ഇന്ത്യൻ പ്രവാസി സമൂഹം ഉള്ളതിനാൽ ബോളിവുഡും ഇന്ത്യൻ പ്രാദേശിക സിനിമകളും വിനോദ മേഖലയിൽ ശക്തമായ സ്വാധീനം ചെലുത്തുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV.